നമസ്കാരം. ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏവർക്കും പുതുവർഷ ആശംസകൾ. കൊല്ലവർഷം 1200, ചിങ്ങം 1, ഓഗസ്റ്റ് 17 ശനിയാഴ്ച പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ഈ പുതുവർഷത്തിൽ മിഥുനം രാശിക്കാർക്ക് ഗുണാനുഭവ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം. ഈ പുതുവർഷം മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പുതുവർഷത്തിൽ മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം ജാതകർക്ക് പൊതുവെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ച് അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് ചിങ്ങം 1 മുതൽ പുതുവർഷം ഇവർക്ക് കടന്നു പോകുക. വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് പെരുമാറേണ്ടതും വളരെയധികം കൃത്യതയോടുകൂടി മുന്നോട്ടു പോകേണ്ടതുമായ വർഷഫലമാണ് കാണുന്നത്. തൊഴിൽ, കർമ്മമേഖല എന്നിവയിൽ തടസ്സങ്ങൾ കാണാം. എന്നിരുന്നാലും കൂടുതൽ ശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാക്കാം. പുതിയ സംരംഭം തുടങ്ങുന്നത് അപ്രതീക്ഷിതമായ ചിലവിനും കടങ്ങൾ വരുത്തിവെക്കുന്നതിനും വഴിയൊരുക്കും. അതിനാൽ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ധനം ഉപയോഗിക്കുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് കടങ്ങൾ വരാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം. പൊതുപ്രവർത്തന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയം, ബിസിനസ്, കലാസാമൂഹികം തുടങ്ങി മേഖലകളിൽ ഉള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സമയം മോശമാണെന്ന് വിചാരിച്ച് മുന്നോട്ടു പോയാൽ പ്രശ്നങ്ങളെ അതിജീവിക്കാം. പ്രണയബന്ധം, കുടുംബജീവിതം തുടങ്ങിയവയിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുക. ശത്രുക്കളുടെ എണ്ണം കൂട്ടാതെയും സുഹൃത്ത് ബന്ധങ്ങൾ, പ്രണയം തുടങ്ങിയവയിൽ ശ്രദ്ധ പുലർത്തണം. മേടം, ഇടവം രാശിക്കാരെ അപേക്ഷിച്ച് മിഥുനം രാശിക്കാർക്ക് കുറച്ച് അനുകൂലമല്ലാത്ത ഒരു വർഷഫലമാണ് കാണുന്നത്. അതിനാൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി വേണം മിഥുനം രാശിക്കാർ ഈ വർഷത്തെ കാണാൻ. മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.